ആര്യ രാജിവെക്കണോ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: അഹങ്കാരി അന്തംകമ്മി ആര്യ രാജിവെക്കണം. പല പ്രമാദമായ കേസുകളും കുറേ ദിവസം കഴിയുമ്പോൾ വിസ്മൃതിയിൽ ആണ്ടുപോകാറുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധ മാറുമ്പോൾ അതിലെ പ്രതികൾ രക്ഷപ്പെടും. അതുപോലെ യദു എന്ന പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറുടെ മുകളിൽ കുതിര കയറിയ പക്വതയില്ലാത്ത ആര്യ എന്ന അഹങ്കാരിയെയും അവളുടെ കെട്ടിയവൻ MLAയെയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ജനങ്ങളുടെ മുറവിളി തുടരുകയാണ്. അഹങ്കാരം പിടിച്ച ഈ അന്തംകമ്മി പെണ്ണിനെ അന്തംകമ്മി നേതാക്കൾ സംരക്ഷിക്കുവാൻ നോക്കിയെങ്കിലും കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെ രണ്ടിനെതിരെയും ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. നാണം കെട്ട കമ്മി നേതാക്കൾ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. അതുപോരാ, മേയർ സ്ഥാനത്തിരിക്കുന്ന ആര്യ ശിക്ഷിക്കപ്പെട്ടാൽ അതൊരു ചരിത്ര സംഭവമായി മാറും. ജയിലിലാകുന്ന ആദ്യത്തെ മേയറുമാകും. ഈ അഹങ്കാരിയെ എത്രയും വേഗം പിടിച്ചിറക്കി വിട്ടാൽ CPM-ന് മുഖം രക്ഷിക്കാം. അല്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും അന്തംകമ്പികൾക്ക് ഇത്തവണ കിട്ടുകയില്ല. ജനങ്ങൾ ഇത് മറക്കുകയില്ല. യദുവിന് നീതി ലഭിക്കുവാൻ പ്രയത്നിക്കുന്നവർ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല. ITV ന്യൂസിൽ ലഭിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ പ്രതികരണങ്ങൾ കേട്ടാൽ മാത്രം മതി ആളുകൾ ഈ വിഷയത്തിൽ എത്രത്തോളം ആശങ്കയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ അഹങ്കാരിയെ രക്ഷിച്ച് പാർട്ടി പണിമേടിക്കണോ അതോ ഇവരെ പുറത്താക്കി പാർട്ടി വിശ്വാസ്യത വീണ്ടെടുക്കണോ എന്ന് CPM തീരുമാനിക്കട്ടെ. പക്ഷേ പൊതുജനങ്ങൾ ഈ വിഷയം മറക്കുവാൻ പാടില്ല, വിട്ടുപിടിക്കുവാൻ പാടില്ല. അഹങ്കാരി അന്തംകമ്പി ആര്യ യദുവിനോടും അന്ന് പെരുവഴിയിൽ ഇറക്കിവിട്ട KSRTC ബസ്സിലെ യാത്രക്കാരോടും പരസ്യമായി മാപ്പ് പറയുകയും അദ്ദേഹത്തിനും KSRTCക്കും ഉണ്ടായ നഷ്ടപരിഹാരം നൽകുകയും വേണം. അല്ലെങ്കിൽ CPM ഇതിന് കൊടുക്കേണ്ടുന്ന വില വളരെ വലുതാവും. CPM എത്രയും വേഗം ഈ അഹങ്കാരി മേയറുടെ രാജി വാങ്ങി പുറത്താക്കണം. എത്രയോ കഴിവുള്ള സ്ത്രീകൾ ഈ പദവി അലങ്കരിക്കുവാൻ പ്രാപ്തിയുള്ളവർ തിരുവനന്തപുരം നഗരസഭയിൽ ജനപ്രതിനിധികളായി ഉണ്ട്. ഏതവനാണ് ആര്യയുടെ സംരക്ഷകനെന്നും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ മുന്നിൽ നിർത്തി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന തീവട്ടിക്കൊള്ള നടത്തുന്ന തീവട്ടി ആരാണെന്ന് ജനങ്ങൾക്ക് മൊത്തത്തിൽ അറിയാം. അതുകൊണ്ട് ആര്യയെ എത്രയും വേഗം തലസ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കം ചെയ്യുക. ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ജനങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് ശക്തമായ ഭാഷയിൽ. അപ്പോൾ പ്രതികരണങ്ങൾ തുടരട്ടെ. അന്തംകമ്മി ആര്യ രാജിവെക്കണോ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. ഇനി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക. എന്റെ പേര് മോഹനൻ, ഞാൻ പാലക്കാട്ടുകാരനാ. ഞാനൊരു NSG കമാൻഡോ ആയിരുന്നു. അപ്പൊ ഞാൻ റിട്ടയർഡ് ആയിരിക്കുകയാണ്. പക്ഷെ അന്ന് പ്രസിഡന്റിന്റെ അവിടെ വന്നാലും ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അന്ന് ഇത്രയും അഹങ്കാരിയാണ് അവിടെ ഇത്രയും അഹങ്കാരത്തോടെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ റിട്ടയർ ആയതുകൊണ്ട് മാത്രമല്ല, ഞാനായത് UP-കാരൊക്കെ കുറച്ച് നമ്മളെക്കാട്ടും കുറച്ച് മലയാളികളെക്കാട്ടും കുറച്ച് മര്യാദയുള്ളവരായതുകൊണ്ട് അവര് ചെയ്തില്ല. അന്ന് തന്നെ അവൾക്ക് അവളുടെ അഹങ്കാരം നാട്ടുകാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഡ്രൈവർ 715 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന അവനെ ജോലിയിൽ നിന്ന് മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം. കാരണം അവൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഈ ക്രൂരത ഒരിക്കലും സമ്മതിക്കരുത്. ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന നിങ്ങൾ ഞാൻ എല്ലാ രീതിയിലും അഭിനന്ദിക്കുന്നു. ഹലോ, ഞാൻ പൂനെന്നാണ് വിളിക്കുന്നത്. ഈ മേയർ എന്ന് പറഞ്ഞാൽ അവളാരാ? ആ പാവപ്പെട്ട പയ്യൻ എല്ലായിടത്തും ജോലി ചെയ്യുള്ളൂ. ഇവക്കൊക്കെ എന്നാ സൂക്കേടനാ? അവളൊക്കെ ആരാ? ആ പാവപ്പെട്ട പയ്യന് എന്തിനാ ഇതുപോലെ കഷ്ടപ്പെടുന്നത്? ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ ഒരമ്മയാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? മേയറും MLA എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ എന്താ അധികാരം ഈ വണ്ടി തടയാൻ? കോഴിക്കോട് ഇടതുഭാഗത്തൂടെ വരുന്ന വണ്ടി പല പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത്, പിന്നെ നേരെ വണ്ടി കൊണ്ടുവന്ന് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ അസഭ്യം പറയും പോലെ കൈയോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ മേറെ കൈ ഡ്രൈവറോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഫോട്ടോയിൽ ഇങ്ങനെ കാണാം. നമ്മളൊക്കെ നല്ലൊരാളാണെങ്കിൽ അവര് സമാധാനമായിട്ട് MLA കൂടെ ഉണ്ടായ അവരുമായിട്ട് സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞു തീർക്കല്ലേന് വേണ്ടി അവള് കയറിയിട്ടാണ് ഈ സ്വഭാവം കാണിക്കുന്നത്. ഒരു ശരിയായതാണെന്ന് നമുക്ക് തോന്നില്ല കണ്ടിട്ട്. അതുകൊണ്ട് ആ പയ്യന് നല്ലൊരു സപ്പോർട്ട് എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മളെ അഭിപ്രായം. എൻ്റെ പേര് രാജു എന്നാണ്.
ഞാൻ ചേർത്തലേന്നാ വിളിക്കണത്. ഈ നമ്മുടെ മേയർ വെറും നാർത്തരങ്ങാനല്ലേ കാണിച്ചിരിക്കുന്നതൊക്കെ. ഈ മേയർ എന്ന് പറയുന്ന ആള് ഒരു സൂപ്പർ ഫാസ്റ്റ് ഈ നാട്ടുകാരെ മേയാനുള്ളതാണ്, അതാ മറ്റുള്ളവരെ മേയാനുള്ളതാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് അവന് സ്റ്റാൻഡിൽ പിടിക്കണം. അവന്റെ ജോലി, അവൻ ഈ മേയർ കൊണ്ടുപോയി അവന്റെ വട്ടയിടണതിന് അതൊരു മര്യാദയായിട്ട് തോന്നുന്നുണ്ടാ? ഒരു ന്യായമാണാ? മേയറിനെ ഉണ്ടാക്കിയതാരാ? ജനങ്ങളാണ്. മേയറിനെ താഴ്ത്തി കളയാനും ജനങ്ങൾക്കറിയാം. എൻ്റെ പേര് രാമദാസനാണ്. ഞാൻ കൊടുങ്ങല്ലൂരിനാണ് വിളിക്കണേ. ഈ ആഴ്ചയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതായത് രാത്രി ബസ് ഓടിക്കുമ്പോൾ ബസ്സിന്റെ ഹെഡ്ലൈറ്റ് കാറിന്റെ ലൈറ്റിനേക്കാൾ ലെവലായിരിക്കും. അപ്പൊ കാർ നിൽക്കുന്നവർക്ക് ബാക്കിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല. ഡ്രൈവറുടെ ക്യാബിനിൽ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഒരു കാരണവശാലും ഫ്രണ്ടിൽ പോകുന്ന കാറിൽ ഡ്രൈവറെ കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഡ്രൈവർ പോയി കണ്ടക്ടറായിട്ട് ബന്ധം ഉണ്ടാവില്ലേ? കണ്ടക്ടറെ ചോദ്യം ചെയ്യാൻ മെമ്മറി കാർഡ് പോലും അറിയാൻ പറ്റൂലേ? കാരണം മെമ്മറി കാർഡ് ഡ്രൈവർ പോയി കഴിഞ്ഞാൽ പോലീസ് കൊണ്ടുപോകുമ്പോൾ കണ്ടക്ടർ വണ്ടിക്കകത്തുണ്ടല്ലോ. അങ്ങനെ കണ്ടക്ടർ അറിയാണ്ട് സാധനം പോകില്ലല്ലോ. ഞാനൊരു സാധാരണ വാട്സാപ്പാണ്. ഞാനൊരു 15 ദിവസം കൂടി വണ്ടി ഓടിക്കാനാണ്. ഇപ്പൊ 28 ദിവസമായി എനിക്ക്. 15 ദിവസം തുടങ്ങി ബസ് ഓടിക്കും. ഇപ്പോഴും കാറും എല്ലാ വണ്ടിയും ഓടിക്കും. അപ്പൊ ഇല്ല, ബസ് ഓടിക്കുമ്പോൾ എനിക്കറിയാം. കാരണം ഒരു മുമ്പിൽ പോകുന്ന വണ്ടി ലൈറ്റ് അടിച്ചാൽ ബാക്കിൽ ഇരിക്കുന്ന ലൈറ്റാണ് കൂടുതൽ. അതിന് ഒരു മുമ്പിൽ പോയി കാറുകാർക്ക് ഡ്രൈവർ കാണാൻ പറ്റില്ല. ഒരു കാരണവശാലും കാണാൻ പറ്റില്ല. എന്ത് തന്നെ കാണിച്ചാലും നമുക്ക് നമ്മൾ സാധാരണ ഇപ്പൊ പോകുമ്പോൾ അറിയാലോ. അല്ലാതെ തന്നെ ഹെഡ്ലൈറ്റ് ഡിമ്മടിക്കാറില്ല. ട്രാൻസ്പോർട്ടുകാരോ അല്ലെങ്കിൽ വൈദ്യുതി വണ്ടിക്കാരും ഡിമ്മടിക്കാറില്ല. ആ വെളിച്ചത്തിന് ഡ്രൈവറെ കാണാൻ സാധിക്കില്ല. ഞാൻ മാലിക്കലാണ് വിളിക്കുന്നത്. സാറിന്റെ ഈ ചാനൽ ഞങ്ങളതിൽ പരിപാടിയെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോ മൊബൈലിലും ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ചെമ്മാടത്തിലും കാണിച്ചവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പാർട്ടിക്കാരനാണ്. പക്ഷെ പാർട്ടിക്കാരനാണ് അന്തലേരി കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും കൂട്ടിക്കത്തില്ല. അപ്പൊ അവളെ അവന് മാതൃപരമായ ശിക്ഷ കൊടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്ത് അന്തലിനും കാണിക്കാൻ പറ്റുമോ? മര്യാദയോടല്ലേ ഇവള് കാണിക്കുന്നത്? അവൾ എന്തെങ്കിലും ഉണ്ടാ? ഇപ്പോഴും നാട് വൈകിട്ട് അങ്ങേറ്റവനും മറ്റവനൊക്കെ അല്ലയോ? അതുകൊണ്ടല്ലേ ഈ തമ്മായിട്ട് കാണിക്കുന്നത്. ഇത് ഭയങ്കര സങ്കടമായിപ്പോ സാറേ. സാറിന്റെ ചാനലും സാറും ഈ പാവത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ആ ഡ്രൈവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. നമ്മൾ പുനലൂർ സ്ഥലത്ത് വിളിക്കുക. ഞാൻ പുനലൂർ ഡിപ്പോയിലെ ഒരു KSRTC ഡ്രൈവറായിരുന്നു. റിട്ടയർഡായി ഇപ്പം വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് മേയറുടെ കഥകളും ആ ഡ്രൈവറുടെ കഥകളും നമ്മൾ എന്ന് സ്ഥിരം കേട്ടോണ്ടിരിക്കുകയാണ്. ആ പാവം പിടിച്ച ആ ഡ്രൈവറെ എന്റെ വീടിന്റെ അടുത്താണ് മന്ത്രിയുടെ പത്തനാപുരത്ത് ദിനേശ് കുമാറിന്റെ. ഈ മന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാ, ഈ മേയറെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാ. ഈ പാവം പിടിച്ച ഡ്രൈവറെ ലൈസൻസ് പോകുന്ന ഒരു സ്ഥിതി ഇപ്പൊ TV സാറിന്റെ ചാനലിൽ കണ്ടോണ്ടിരിക്കുക. ഇതെന്തൊരു മര്യാദയുടെ സാറേ കാണിക്കുന്ന പാവം പിടിച്ചത്? ജനങ്ങളല്ലേ സാറേ ഇവരെല്ലാം വലുതാക്കുന്നത്? ഈ മാസത്തെ പെൻഷൻ പോലും കിട്ടാതെ ഇത്രയും കിലോമീറ്റർ ദൂരെ ഓടി വരുന്ന വണ്ടിയുടെ മുന്നിൽ കൊണ്ട് വണ്ടി കയറ്റിയിട്ട് എന്തെല്ലാം നാശങ്ങളാ. ആ ഡ്രൈവറെ കൊണ്ട് ടെസ്റ്റ് ചെയ്തു. ഈ മേയറെ ബന്ധക്കാരെയും ആ വണ്ടിക്കകത്തെ ചെറുപ്പക്കാരനെയും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ശരിയായിട്ടാവാതെ അവർ 3 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ സാറൊക്കെ സാറിനെ പോലുള്ള ചാനലുകാരെ കൊണ്ട് ഇതെന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അറിയാമോ സാറേ? ഇത് മന്ത്രിയൊന്നും വേണ്ട, ജനങ്ങൾ അറിഞ്ഞതിന് പ്രതികരിക്കണം. ജനങ്ങള് ഇത് സാധാരണക്കാരന്റെ ഒരു ജീവിതം മുട്ടിക്കുന്ന നമ്മുടെ കാശം വാങ്ങിച്ചുകൊണ്ട് AC റൂമിൽ നിന്ന് വിലസുന്ന ഈ ഉള്ളവരെയൊക്കെ അടിച്ച് പുറത്താക്കണം. ഈ ചൂടും പിടിച്ച് എന്തെല്ലാം കാര്യങ്ങളായി ഒരു ഡ്രൈവർ ഇത്രയും ദൂരെ ഓടി വരുന്ന ഡ്രൈവർക്ക് ഈ ചാനലിൽ നിന്ന് ഓരോ കുറ്റക്കാരന്മാർ പാർട്ടിക്കാരന്മാരെന്ന് ഓരോന്ന് പറയുന്ന ഡ്രൈവർ പന്നനാണ്, വത്തവനാണ്, മറിച്ചവനാണ്. ഈ മേയറുടെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. മേയർ നല്ലതോ? യഥാർത്ഥത്തിൽ പറഞ്ഞാല് ആ മേയർക്ക് ആ ഭർത്താവിനെയും കൊണ്ടൊരു ഗുണവുമില്ല. അവര് സ്വണ്ണാമണ്ണ അവനെ മുമ്പേ അടിച്ച് പുറത്താക്കണം. അവനെ ഇവളെ പുറത്താക്കണം. ആറ്റാര് പൊങ്കാലയ്ക്ക് തൂത്തുകാരിയാണ് പൊങ്കാലയിട്ടോളാ. അവളെയൊക്കെ അടിച്ച് പുറത്തുകാരിക്കണം. നടത്താത്ത പൊങ്കാലയ്ക്ക് പൈസ വെച്ച് ഇട്ടോളാ അവള്. കാട്ടാക്കട അഷ്റഫ്. അപ്പൊ ഈ പട്ടം മുതൽ ശേഷം സാഫല്യ ജംഗ്ഷൻ വരെയുള്ള ഓട്ടത്തിനിടയ്ക്കാണ് ഇത്രയും സംഭവം നടന്നത്. കൂടിപ്പോയ 5-6 കിലോമീറ്റർ സംഭവമാണ്. ഇത് വണ്ടി റോഡ് സൈഡ് ഇത്രയും ദൂരം ഓടിക്കൊണ്ടുവന്ന ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുമാണ്. അപ്പൊ ഇതൊന്ന് ഡ്രൈവർ അന്യം കാണിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ മെയിനുള്ള പരാതി. അപ്പോൾ ഈ ബസ്സിനെ കുറേ ദൂരം ചേസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് തിരിച്ച് ക്രോസ് കൊണ്ട് പിടിച്ച് നടത്തിയിട്ട് റോഡിൽ വെച്ചിൻ്റെ അസത്യങ്ങളും കാര്യങ്ങളും മറ്റെല്ലാം പറഞ്ഞ് ഇത് നേരത്തെ തന്നെ ഇവർക്ക് സ്ത്രീയും ഉയർന്ന പതിരിക്കുന്ന സ്ത്രീക്ക് പോലീസിനെ വിളിച്ചറിയിക്കേണ്ട കേസാണ്. ഇത്രയും ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഗുജറാത്തിൽ വിളിക്കാം. ഗുജറാത്തിൽ ചായം പിടിച്ച ഡ്രൈവറുടെ മുന്നിൽ അവരെ കാണിക്കുന്ന അത് ന്യൂസ് പറഞ്ഞിട്ട് നമുക്കെല്ലാം വലിയ വിഷമം വരുന്ന കാര്യമുണ്ട്. സാറേ, അവർക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നിയമം പാസ്സാക്കുക. അതാണ് വേണ്ടത്. അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. കാരണം അവർക്ക് പിടിപാടുള്ളതുകൊണ്ടല്ലേ പാവം പിടിച്ച പുള്ളിക്കാരൻ്റെ പിന്നെ പണിയെല്ലാം കളഞ്ഞത്. അവർക്ക് നല്ല ശിക്ഷ കൊടുക്കാൻ എല്ലാവരും തീരുമാനിക്കുക. അതാണ് വേണ്ടത്. നമ്മുടെ ഭാഷ നല്ല ഭാഷ പറഞ്ഞാൽ ചട്ടകൾ എടുത്ത് പൊള്ളിക്കണം അവരൊക്കെ വേണ്ടത്. അതാണ് വേണ്ടത്. എൻ്റെ പേര് ബാബു. ഞാൻ വന്നിട്ട് കണ്ണൂരുകാരനാണ്. ജനപ്രതിനിധിയായ ഈ ആര്യ
ഇത്രയും ഹീനപ്രവർത്തനത്തിൽ വന്നിട്ട് അവൾ വന്നിട്ട് ഇങ്ങനെ ഹീനപ്രവർത്തനമായിട്ട് ഒരു പ്രവർത്തിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ കേരള ജനങ്ങൾക്ക് തന്നെ വളരെ വളരെ ഒരു നാണക്കേടാണ്. മാത്രമല്ല, ഈ ആര്യയുടെ ഭർത്താവ് MLA അയാൾ കാണിച്ച അതിലും താഴ്ന്ന ഹീനപ്രവർത്തനം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു നാണക്കേടാണ്. ഒരു പാവം ദിവസം പണിയെടുത്ത് ജീവിക്കുന്ന ഒരു യദു എന്ന ആ ഡ്രൈവറിനെ വന്നിട്ട് ഇത്രയും മോശമായിട്ട് വന്നിട്ട് തന്നെ ലൈംഗിക ആംഗ്യം കാണിച്ച് എന്ന് നുണ പറഞ്ഞ് ആ മനുഷ്യനെ വന്നിട്ട് ഇല്ലാതാക്കാൻ എത്രമാത്രം ആ ഹീനയായ ആ ആര്യ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിനും വന്നിട്ട് ഏറ്റവും വലിയ നാണക്കേടാണ്. പാലക്കാട്ടുന്ന പേര് മണിയുണ്ട്. അതായത് നമ്മുടെ ഈ ഡ്രൈവർ വന്നിട്ട് ഒരു അപ്പാവിയാണ്. നമ്മൾക്കിപ്പോൾ യാതൊരു ബന്ധവുമില്ല. തിരുവനന്തപുരത്ത് കിടക്കണോ, ഞങ്ങൾ പാലക്കാട് കിടക്കണോ. പക്ഷെ ടിവിയിലും പിന്നെ അതുമാതിരി മൊബൈലിലും കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നുന്നു. കാരണം ഞങ്ങളുടെ 2 അനിയന്മാരും തമിഴ്നാട്ടിലാണ് ഡ്രൈവറാണ്. 10-15 വർഷമായി. പക്ഷെ അവർ യാതൊരു പ്രശ്നമില്ലാതെയാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ നമ്മുടെ പാലക്കാട്ടിലെയും തിരുവനന്തപുരത്തെക്കാട്ടിലും റിസ്ക്കുള്ള ടൈമാണ് നമ്മുടെ മദ്രാസ് ജില്ലയിൽ പിന്നെ കോയമ്പത്തൂർ ജില്ലയിലും. അവർ വർഷങ്ങളായി വണ്ടി ഓട്ടിക്കുന്നവരാണ്. പക്ഷെ ഒരു പ്രശ്നമില്ലാതെ വണ്ടി ഓട്ടിക്കുന്നത്. പക്ഷെ ഇയാൾ ചെയ്യുന്നത് ഏറ്റവും തെറ്റാണ്. അതായത് MLA പേര് പറയുന്നില്ല, MLA ഇവർ 2 പേരും. കാരണം ഒരു ഡ്രൈവർ ആംഗ്യം കാണിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന്റെ 2 മീറ്റർ താഴെയാണ് കാർ നിൽക്കുന്നത്. ബാക്കിൽ നിന്ന് കാണിച്ചത് എങ്ങനെ കാണും? ഡ്രൈവർ ആംഗ്യം കാണിച്ചത് അയാൾ അങ്ങനെ ഈ ചക്രം പിടിച്ചിട്ട് ഓട്ടിക്കും? അതൊക്കെ ചിന്തിക്കേണ്ട സാറേ. പിന്നെ രണ്ടാമത്തത് അത് മാത്രമല്ല, ഈ ഡ്രൈവറെ ഇവർ കൽപ്പിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇറക്കി വിടണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പെൻസിൽ കൊടുത്തില്ല, മുട്ടായി കൊടുത്തില്ല പറഞ്ഞിട്ട് ഇപ്പൊ SLCയും ഡിഗ്രിയും പഠിക്കുമ്പോൾ അത് പറഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല. ഒരു ഡ്രൈവർക്ക് ഉള്ള ആനുകൂല്യങ്ങളും ആദ്യം ശമ്പളം ഇതെല്ലാം കണക്കാക്കിയിട്ടാണല്ലോ അവരെ ഒരു ഡ്രൈവർ ആക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് വിളിച്ചിട്ട് ഡ്രൈവർ ആക്കില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം. കാരണം ഡ്രൈവർ എങ്ങനെ ഇരിക്കണമെന്നല്ല, അത് ചെക്ക് ചെയ്തിട്ട് അവരുടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഡ്രൈവറെ കയറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ അവിടെ KSRTയിൽ നമ്മുടെ കൂട്ടുകാരുടെ മക്കളും എല്ലാവരും ഡ്രൈവർമാരും കണ്ടക്ടർമാരുമാണ്. ഇന്ന് ഒരു പ്രശ്നമില്ലാതെ അവർ ഓടുന്നുണ്ട്. പക്ഷെ ഇത് ആ ഡ്രൈവർക്ക് ഒരു നീതിയാണ്. കാരണം പച്ച കുട്ടിയെ വെച്ചിട്ട് ഓട്ടിക്കിട്ട് അയാൾ 3 നേരം ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 750 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഓടിയിട്ട് അയാൾക്ക് ഇപ്പൊ ഒരാഴ്ചയായി ഇതിന്റെ പിന്നാലെ തന്നെ അയാൾ ഓടുകയാണ്. പക്ഷെ കുട്ടികളുള്ളവർക്ക് അറിയാം ഇതിന്റെ സങ്കടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.